ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യാനുള്ള പ്രോബ്ലം കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദ ഫോളോയിങ് ഡാറ്റ പ്രിപ്പയർ എ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. സെയിൽസ് 2018 10,50,000, 2019 16,75,000. റിട്ടേൺ ഇൻവേർഡ് 2018 50,000, 2019 75,000. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2018 7,50,000, 2019 10 lakh. Administrative expenses 2018 60,000, 2019 1,60,000. Then selling expenses 2018 40,000, 2019 80,000. Interest on loan 2018 10,000, 2019 30,000. Then income tax 2018 15,000, 2019 40,000. സോ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമുക്കറിയാം എന്തിൻ്റെയാണ്, ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച ഫോർമാറ്റിലാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് എവിടെയാണ്? ഓപ്പറേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതായത് നമുക്ക് വരുന്ന ഇൻകം ആൻഡ് എക്സ്പെൻസസിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം എത്ര കോളം ഉണ്ട്? 5 കോളം തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് കോളം 2018 എമൗണ്ട്, ദെൻ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, അടുത്ത് പറയുന്നത് 2019 എമൗണ്ട്, അതുപോലെ 2019 വരുന്ന പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയില്ലേ? സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ആയിട്ട് നമുക്കറിയാം നെറ്റ് സെയിൽസ് ആണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സെയിൽസും സെയിൽസ് റിട്ടേണും തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്നും റിട്ടേൺ ഇൻവേർട്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് സെയിൽസ് കിട്ടുക. ഓക്കെ അല്ലേ അത്? അപ്പോൾ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞു റെപ്രസെൻറ്റ് ചെയ്തു. എമൗണ്ട് കൊടുത്ത് 2018 10,50,000 എഴുതി. പെർസെൻറ്റേജ് ഓഫ് സെയിൽസിൽ നമ്മൾ നിൽന്ന് എഴുതി. കാരണം നമുക്ക് നെറ്റ് സെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത്? നമ്മുടെ പ്രോബ്ലം തുടങ്ങുന്നത്. അടുത്തത് പറയുന്നത് 2019 എമൗണ്ട് എന്ന് പറയുന്നത് 16,75,000 ആണ്. അത് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് വരില്ല? പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരില്ല. അടുത്തത് ലെസ് റിട്ടേൺസ് ആണ്. റിട്ടേൺസ് 2018 സെയിൽസ് റിട്ടേൺ നമുക്ക് തന്നിരിക്കുന്നത് 50,000 ആണ്. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ഇല്ല. 2019 എമൗണ്ട് നമുക്ക് തന്നിരിക്കുന്നത് 75,000 ആണ്. അതിലും പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് നമുക്ക് ഇല്ല. ഓക്കെ, അപ്പോൾ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞ എമൗണ്ട് കിട്ടും. നെറ്റ് സെയിൽസ് 2018 വരുന്നത് 10,50,000 മൈനസ് 50,000, അതായത് 10 lakh ആണ് നമുക്ക് എന്ത് വരിക? 2018 നെറ്റ് സെയിൽസ് വരിക. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ബേസായിട്ട് എടുക്കുക നെറ്റ് സെയിൽസിനെയാണ് ബേസായിട്ട് എടുക്കുക. ഓക്കെ, നമ്മൾ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ബേസ് എന്തായിരുന്നു? പ്രീവിയസ് ഇയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഐറ്റമാണോ അതിൻ്റെ പ്രീവിയസ് ഇയറിലത്തെ എമൗണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? പിന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? നമ്മുടെ അസറ്റ് എത്രയാണോ, ടോട്ടൽ അസറ്റ് എത്രയാണോ, ടോട്ടൽ ലയബിലിറ്റി എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എടുക്കുന്നത് ഏതാണോ എമൗണ്ട്, അതായത് ഏതാണോ നെറ്റ് സെയിൽസ്, ആ റെസ്പെക്റ്റീവ് ഇയറിലത്തെ നെറ്റ് സെയിൽസിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. സോ ഇവിടെ 10 lakh ആണ് 2018 നെറ്റ് സെയിൽസ് വന്നിരിക്കുന്നത്. സോ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്തായിരിക്കും? 10 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും. ഈ 2019 എമൗണ്ട് വരുമ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 16 lakh ആണ് കിട്ടുക. അതായത് 16,75,000 മൈനസ് 75,000 ചെയ്യുമ്പോൾ 16 lakh എന്ന് കിട്ടും. ആ 16 lakh ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യാറ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്യാണ് ചെയ്യാറ്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ 2018 നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 7,50,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 7,50,000 ഡിവൈഡഡ് ബൈ 10 lakh, അതായത് ആ കൊല്ലത്തെ 2018 നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 10 lakh ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 75 എന്ന് പെർസെൻറ്റേജ് ഓഫ് സെയിൽസിൽ കിട്ടും. 2019 വരുമ്പോൾ 2019 എമൗണ്ട് എന്ന് പറയുമ്പോൾ
നമുക്കറിയാം, നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിരിക്കുന്നത് 10 lakh ആണ്. 10 lakh റെപ്രസെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരുമ്പോൾ നമുക്ക് 2019 നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 16 lakh ആണ്. സോ ഇവിടെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരുമ്പോൾ 10 lakh ഡിവൈഡഡ് ബൈ 16 lakh ചെയ്യുമ്പോൾ നമുക്ക് 62.50 എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ 2018 ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 10 lakh മൈനസ് 7,50,000, അത് 2,50,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 2,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100, 25 എന്ന് കിട്ടും. 2019 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് വരുന്നത് 16 lakh മൈനസ് 10 lakh ആണ്. സോ 6 lakh എന്നാണ് കിട്ടുക. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് വരുമ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 37.50 എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് വരെ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഡിഡക്റ്റ് ചെയ്യാറ്. ഇവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും അതുപോലെ സെല്ലിംഗ് എക്സ്പെൻസസും ആണ്. സോ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 2018 നമുക്ക് വരുന്നത് 60,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 60,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 6 എന്ന് കിട്ടും. 2019 നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 1,60,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ 1,60,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസസ് 2018 നമുക്ക് 40,000 ആണ് തന്നിരിക്കുന്നത്. അത് നമ്മൾ 40,000 റെപ്രസെൻറ്റ് ചെയ്തു. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരുമ്പോൾ നമുക്ക് വരിക 4 lakh ഡിവൈഡഡ് ബൈ 40,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അതുപോലെ 2019 സെല്ലിംഗ് എക്സ്പെൻസസ് നമുക്ക് തന്നിരിക്കുന്നത് 80,000 ആണ്. 80,000 നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ വരുമ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കിട്ടും. ഇവിടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 2018 60,000 പ്ലസ് 40,000 1 lakh ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ വരുമ്പോൾ നമുക്കറിയാം 1 lakh ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. 2019 ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 1,60,000 പ്ലസ് 80,000 ആണ്. 2,40,000. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ കാണുമ്പോൾ 2,40,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യാറ്? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2018 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 2,50,000 ആണ്. അതിൽ നിന്നും ടോട്ടൽ എക്സ്പെൻസസ് 1 lakh ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1,50,000 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 1,50,000 ആണ് 2018 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ വരുമ്പോൾ 1,50,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി 2019 വരുമ്പോൾ 2019 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 lakh ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 2,40,000 ആണ്. അപ്പോൾ നമുക്ക് വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 lakh മൈനസ് 2,40,000 ആണ്. 3,60,000 ആണ് നമുക്ക് എന്ത് വരിക? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വരിക. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽ വരുമ്പോൾ എത്ര വരും? 3,60,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 22.5 എന്ന് കിട്ടും. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും അതർ എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും അതർ എക്സ്പെൻസസ് ലെസ് ചെയ്ത് അതർ ഇൻകം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോണാണ് അതർ എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും ലെസ് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഓൺ ലോണ് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യാണ്. 2018 ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 10,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരുമ്പോൾ എത്ര വരും? 10,000 ഡിവൈഡ് ബൈ 10 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. 2019 ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറയുന്നത് 30,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുമ്പോൾ 30,000 ഡിവൈഡ് ബൈ 16 lakh ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 1.88 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ആ എമൗണ്ടാണ് 2018 1,40,000. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും അതർ എക്സ്പെൻസസ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 1,40,000 എന്ന് കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് 2018 വരുമ്പോൾ 1,40,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 14 എന്ന് കിട്ടും. അതുപോലെ 2019 നമുക്ക് വരിക എത്രയാണ്? 3,60,000 മൈനസ് 30,000. സോ 3,30,000 ആണ് വരിക. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് വരുമ്പോൾ 3,30,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 20.66 എന്ന് കിട്ടും. ഇതാണ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഒരു ഐറ്റം കൂടി തന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ഇൻകം ടാക്സ് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. സോ നമ്മൾ ലെസ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുക. 2018 ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 15,000 ആണ്. സോ 15,000 റെപ്രസെൻറ്റ് ചെയ്തു. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് വരിക എത്രയാണ്? 15,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 1.50 എന്ന് കിട്ടും. ഓക്കെ, 2019 ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 40,000 ആണ്. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് കാണുമ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 2.50 കിട്ടും. ഇനി അടുത്ത് നമുക്ക് വരുന്ന ഐറ്റം, അതായത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്നും ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലാസ്റ്റ് എമൗണ്ട്. അതാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2018 1,40,000 മൈനസ് 15,000. സോ നമുക്ക് 1,25,000 എന്ന് കിട്ടും. പെർസെൻറ്റേജ് ഓഫ് സെയിൽസിൽ വരുമ്പോൾ 1,25,000 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 12.50 എന്ന് കിട്ടും. 2019 നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 3,30,000 മൈനസ് 40,000 ആണ്. നമുക്ക് 2,90,000 കിട്ടും. അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2,90,000 ഡിവൈഡഡ് ബൈ 16 lakh ഇൻറ്റു 100 ചെയ്യുമ്പോൾ 18.12 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഒരു കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ബേസ് എന്ന് പറയുന്നത്